ഗുഡ് മോർണിംഗ് എവ്രി വൺ. നമ്മളിന്ന് ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമ 14th to 17th സെഞ്ച്വറിയാണ് എടുക്കാൻ പോകുന്നത്. അതിൽ തന്നെ ഒന്നാമത്തെ ബ്ലോക്കിൽ ചൗസർ ടു സ്പെൻസറാണ് നമുക്ക് എടുക്കാറുള്ളത്. നമ്മൾ ഈ ഒരു ബുക്കിൽ നിന്ന് തുടങ്ങുകയാണ്. 4 ബ്ലോക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 4 ബ്ലോക്കുകളിൽ നമുക്ക് പഠിക്കാനുള്ളത്, ഒന്നാമത്തെ ബ്ലോക്കിൽ ചൗസർ സ്പെൻസറും, രണ്ടാമത്തെ ബ്ലോക്കിൽ ഷേക്സ്പിയർ ആൻഡ് ഡൺ DONNE, മൂന്നാമത്തേൽ ക്രിസ്റ്റഫർ മാർലോൻ്റെ ഡോക്ടർ ഫോസ്റ്റേഴ്സ്, നാലാമത്തത് ഷേക്സ്പിയറിൻ്റെ മാക്ബത്ത്. ഇങ്ങനെ 4 എണ്ണമാണ് പഠിക്കാനുള്ളത്. പക്ഷേ ഈ 4 ബ്ലോക്കുകളിലും കൂടെ ചേർന്ന് 4 പാഠങ്ങൾ വീതം വരുന്നുണ്ട്. ഒന്നാമത്തെ ബ്ലോക്കിൽ 4 യൂണിറ്റ്സ്, രണ്ടാമത്തേൽ 4 യൂണിറ്റ്സ്, അങ്ങനെ ഓരോന്നിലും വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൽ ചൗസറും സ്പെൻസറും ആണല്ലോ. അപ്പോൾ ആദ്യത്തെ 2 യൂണിറ്റുകളിൽ ചൗസറെ പറ്റിയിട്ടും പിന്നത്തെ 2 യൂണിറ്റിൽ നമുക്ക് സ്പെൻസറിനെ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ യൂണിറ്റ് വൈസ് ഇങ്ങനെ യൂണിറ്റ് 1 യൂണിറ്റ് 2 എന്ന് പറഞ്ഞു പോവാതെ എന്ത് ചെയ്യും, ബ്ലോക്ക് 1ൽ ആകെ 2 പേരെയാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന് ചൗസറാണ്, ഒന്ന് സ്പെൻസറാണ്. അപ്പോൾ നമ്മളിത് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഒരു യൂണിറ്റിൽ എത്ര പാർട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എടുത്തു. ഒരു ബ്ലോക്കിൽ പാർട്ടുകളാക്കി തിരിക്കുകയാണ് ചെയ്യുന്നത്, യൂണിറ്റുകളായിട്ടല്ല. അപ്പോൾ എന്താണ്, ഫസ്റ്റ് ചൗസറായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ 1-2 യൂണിറ്റിൽ വരുന്ന കാര്യങ്ങളൊക്കെ കൂടി എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു നോട്ട് നിങ്ങളുടെ കൈവശം ഉണ്ടാവണം. കാരണം നമ്മൾ ബ്രീഫ് ചെയ്തിട്ടാണ് പറയുന്നത്. ബ്രീഫ് ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ വാരി വലിച്ച കാര്യങ്ങൾ പറയാതെ അത്യാവശ്യം വേണ്ടത്, എന്നാൽ എക്സാമിന് ഉറപ്പായിട്ടും എഴുതാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് പറയുക. അപ്പോൾ അത് ബ്രീഫായിട്ട് തന്നെ നോട്ടിൽ എഴുതിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ക്ലാസ് കണ്ട് കഴിഞ്ഞതിന് ശേഷം ആ ബ്രീഫ് നോട്ട് നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് പിന്നെ നിങ്ങളുടെ ഗൈഡ് എടുത്തിട്ട് ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും നിങ്ങൾ വായിക്കുക. നമ്മൾ ഗൈഡിലുള്ള അതേ ക്വസ്റ്റ്യൻസാണ് ഫോളോ ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻ്റെ ബ്രീഫായിട്ടുള്ള നോട്ടാണ്, അല്ലെങ്കിൽ ഏറ്റവും സുഖമായിട്ട് മനസ്സിലാക്കുന്ന തരത്തിലുള്ള നോട്ട്സിലൂടെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നിങ്ങളുടെ 2ാമത്തെ പേജിലുള്ളൊരു ചോദ്യമാണ്, ബ്രീഫ്ലി ഡിസ്കസ് ലൈഫ് ഓഫ് ജിയോഫ്രി ചോസർ. അപ്പോൾ എക്സാമിന് ലൈഫും ബാക്ക്ഗ്രൗണ്ടൊന്നും എഴുതാനൊന്നും നമ്മളോട് ചോദിക്കില്ല, എപ്പോഴും പറയുന്ന പോലെ. പക്ഷേ ചൗസർ ആരാന്നറിയാതെ ചൗസറിൻ്റെ വർക്കുകളെ കുറിച്ച് നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടോ അദ്ദേഹത്തിൻ്റെ കരിയർ, അദ്ദേഹത്തിൻ്റെ ഏർലി സ്റ്റേജസൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളുടെ അതായത് ഇൻഫ്ലുവൻസസ് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് ഇവിടെ ചുരുക്കി തന്നിട്ടുണ്ട്. ഏർലി ലൈഫ്, കരിയർ, ലിറ്റററി വർക്ക്സ് എന്ന് പറഞ്ഞത് ഇതുവരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ ചുരുക്കിയിട്ട് തന്നിട്ടുണ്ട്. പിന്നുള്ളത് 2ാമത്തെ ക്വസ്റ്റ്യനാണ്. അത് അവിടെ എത്തുമ്പോൾ എന്ത് പറയാം. അപ്പോൾ നോക്കൂ, ഒന്നാമത്തത് ഏർലി ലൈഫ്, അദ്ദേഹത്തിൻ്റെ ആദ്യ കാലഘട്ടം ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഏർലി ലൈഫ് എന്ന് പറയുമ്പോൾ 1343 അദ്ദേഹം ജനിക്കുന്നു ലണ്ടൻ, ഇംഗ്ലണ്ട്, ടു എ വൈൻ മെർച്ചൻ്റ് ഫാമിലി. ഒരു തരക്കേടില്ലാത്തൊരു കുടുംബത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു വൈൻ വ്യാപാരിയുടെ മകനായിട്ട് ആണ് അദ്ദേഹം ജനിക്കുന്നത്. ഇനി റോയൽ കോർട്ടുമായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു. രാജകുടുംബമൊക്കെ ആയിട്ട് നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലൊരു സ്റ്റേജിലാണ് അദ്ദേഹം ജനിക്കുന്നത് എന്നർത്ഥം. ഇനി അദ്ദേഹത്തിൻ്റെ കരിയർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മനസ്സിലായല്ലോ. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്, നല്ല കണക്ഷൻസൊക്കെ ഉള്ള ഒരു കുടുംബത്തിലാണ് ജനിക്കുന്നത്. സോ അദ്ദേഹത്തിൻ്റെ കരിയറും സ്വാഭാവികമായിട്ട് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകും, നല്ല ഫീൽഡുകളിലേക്കൊക്കെ അദ്ദേഹത്തിന് എത്താൻ പറ്റിയിട്ടുണ്ടാവും. സോ അദ്ദേഹം ഒരു സിവിൽ സെർവൻ്റ് ആയിരുന്നു. ഓക്കെ, പിന്നെ ഒരു ഡിപ്ലോമാറ്റിക് മിഷൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം നിന്നിട്ടുണ്ട്. സെവറൽ ഡിപ്ലോമാറ്റിക് മിഷൻസ് യൂറോപ്പിലേക്കുള്ള നയതന്ത്ര പ്രതിനിധികളായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മിഷൻ്റെ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പോയിട്ടുണ്ട്.